എന്തായാലും ഇനിയും എത്ര പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ട്, എത്ര മൃതദേഹങ്ങൾ ഇനിയും കണ്ടെത്താനുണ്ട് എന്നൊക്കെയുള്ള ചോദ്യം അത് വലിയ ചോദ്യമാണ്. എന്തായാലും കൂടുതൽ മൃതദേഹങ്ങൾ മണ്ണിനടിയിൽ ഉണ്ടാകാമെന്ന് ഫയർഫോഴ്സ് ദൗത്യസംഘ തലവൻ 24നോട് പറയുകയും ചെയ്തിരുന്നു. കൂടുതൽ വലിയ യന്ത്രങ്ങൾ എത്തിച്ച് തെരച്ചിൽ നടത്താനാണ് ഇപ്പോഴത്തെ ശ്രമം. മൃതദേഹങ്ങൾ പലതും ഛിന്ന ഭിന്നമായ നിലയിലാണെന്നും ഫയർഫോഴ്സ് ദൗത്യസംഘ തലവൻ ടി രജീഷ് വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിൽ ഈ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ സ്ഥലത്തെ മുണ്ടക്കൈ ഉൾപ്പെടുന്ന ചൂരൽമല ഉൾപ്പെടുന്ന മേഖലയിലെ രക്ഷാപ്രവർത്തനത്തിൻ്റെ ചുമതലയുള്ള കേരള ഫയർഫോഴ്സിൻ്റെ കോഴിക്കോട് റീജിയണൽ ഫയർ ഓഫീസർ ടി രജീഷ് നമ്മോടൊപ്പം ചേരുകയാണ്. അദ്ദേഹത്തോട് ഈ നടക്കുന്ന രക്ഷാപ്രവർത്തനത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിനെ കുറിച്ചൊന്ന് ചോദിക്കാം. സർ, ഇപ്പോൾ ഫയർഫോഴ്സിൻ്റെ നേതൃത്വത്തിൽ കാര്യക്ഷമമായ തിരച്ചിൽ നടക്കുന്നുണ്ട്. ഒട്ടനവധി മൃതദേഹങ്ങൾ കണ്ടെത്തിയെന്ന് കേൾക്കുന്നു. ഇന്ന് നമ്മൾ എത്രത്തോളം മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഇതുവരെ? ഏതാണ്ടൊരു താഴേന്ന് വെള്ളം കൂടെ ആകുമ്പോൾ ഒരു 16-17ഓളം ഡെഡ് ബോഡീസ് നമ്മൾ കണ്ടെടുത്തിട്ടുണ്ട്. പിന്നെ മുകൾ ഭാഗത്ത് മുണ്ടക്കൈ പള്ളിയുടെ ഭാഗത്ത് 2 വീടുകളിലായിട്ട് 5ഓളം ഡെഡ് ബോഡീസ് ഉണ്ടെന്ന് പറയുന്നു. അത് തിരയുന്നുണ്ട്. പള്ളിക്കകത്ത് ഒരു ഡെഡ് ബോഡിയുടെ ശരീരഭാഗം പുറത്തായിട്ട് കണ്ടിട്ടുണ്ട്. അതിൻ്റെ റെസ്ക്യൂ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ താഴെ മുണ്ടക്കൈ LP സ്കൂളിൻ്റെ താഴെ 2 ബോഡി കിട്ടിയിട്ടുണ്ട്. അതിപ്പം ജസ്റ്റ് കൊണ്ടുപോയിട്ടുമുണ്ട്. ഈ കൂടുതൽ യന്ത്രങ്ങൾ ഇവിടേക്ക് കൊണ്ടുവരുമ്പോൾ അത് ഈ റെസ്ക്യൂ ഓപ്പറേഷൻ കുറേ കൂടി ഗുണം ചെയ്യും എന്ന് കരുതുന്നുണ്ടോ സാർ? അത് തീർച്ചയായും ഗുണം ചെയ്യും. കാര്യം ഇപ്പോൾ എല്ലാം സ്ലാബ് തകർന്നതും വീട് തകർന്നതുമാണ്. അപ്പോൾ അത് നമുക്ക് നമ്മുടെ ചെറിയ മെഷീനറി ഉണ്ടെന്നും അത് പൊളിച്ചു മാറ്റി തെരച്ചിൽ നടത്താൻ പറ്റാത്ത അവസ്ഥയാണ്. അതിന് ഹെവി മെഷീനറീസ് നമ്മളെ വളരെ സഹായിക്കുന്നുണ്ട്. അവരുടെ ഹെവി മെഷീനറിയുടെ സഹായത്തോടെയാണ് നമ്മളിപ്പോൾ ഈ ബോഡികളെല്ലാം കണ്ടെടുത്തിട്ടുള്ളത്. സാർ, ഇനിയിപ്പോൾ മഴയാണ്, വലിയ കാലാവസ്ഥ വളരെ മോശമാണ്. അത് മാത്രമല്ല, രാത്രിയായി കഴിഞ്ഞാൽ ഈ റെസ്ക്യൂ ഓപ്പറേഷൻ ഇത്തരത്തിലുള്ള തെരച്ചിലിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് വളരെയേറെയാണ്. നമ്മൾ ഈ രാത്രിയിൽ തെരച്ചിൽ തുടരുമോ അതോ രാവിലെ വീണ്ടും തെരച്ചിൽ തുടരുന്ന ആ രീതിയായിരിക്കും അവലംബിക്കുന്നത്? അത് ഞാൻ ബാക്കി ഓഫീസേഴ്സുമായിട്ട് ആലോചിച്ച് അക്കാര്യത്തിൽ തീരുമാനമെടുക്കും. എൻ്റെ ഒരു അനുമാനം, ഇന്ന് വയനാട് ജില്ല റെഡ് അലർട്ടാണ്. അപ്പോൾ എന്തായാലും ആ കാലാവസ്ഥാ പ്രവചനം അങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് ഒരു ആത്മവിശ്വാസത്തോടു കൂടി വർക്ക് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. മഴ കൂടുകയാണെങ്കിൽ വീണ്ടും ലാൻഡ് സ്ലൈഡ് ഉണ്ടാവാനോ അല്ലെങ്കിൽ വീണ്ടും വെള്ളപ്പാച്ചിൽ ഉണ്ടാവാനോ സാധ്യതയുണ്ട്. അപ്പം നമ്മുടെ റെസ്ക്യൂവേഴ്സിൻ്റെ പിന്നെ ജീവനൂടെ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. മാത്രമല്ല, ഇനി അകപ്പെട്ട എല്ലാം നമ്മൾ തിരഞ്ഞെടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ റെസ്ക്യൂവേഴ്സിൻ്റെ ലൈഫിന് റിസ്ക് ചെയ്യാതെ നമ്മൾ തിരച്ചിലൊരു സന്ധ്യയോടുകൂടി അവസാനിപ്പിക്കും എന്നാണ് തീരുമാനിച്ചേക്കുന്നത്. ഒരു കാര്യം കൂടി, ഇനിയിപ്പോൾ നമ്മൾ ഈ കല്ലും മണ്ണും ചെളിയും മരവും ഒക്കെ വന്നടിഞ്ഞ് വലിയ കുന്നുകൾ പോലെയൊക്കെ രൂപപ്പെട്ടിട്ടുണ്ട്. ഇതിനടിയിൽ നിന്നൊക്കെ ഈ മൃതദേഹം വീണ്ടെടുക്കുക എന്ന് പറയുന്നത് ഒരു ശ്രമകരമായ ദൗത്യം തന്നെ ആയിരിക്കില്ലേ? അത് വളരെ ശ്രമകരമായ ദൗത്യമാണ്. മറ്റ് ദുരന്തങ്ങൾ പോലെയല്ല, ഇത് വലിയൊരു ഏരിയയിൽ മണ്ണും കല്ലും വ്യാപകമായിട്ട് പോയിട്ടുണ്ട്. കാര്യം ഇവിടുന്നുള്ള ഡെഡ് ബോഡീസ് വരെ 10-15 കിലോമീറ്റർ അകലെ നിലമ്പൂരിൽ നിന്ന് വരെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഈ ഡെഡ് ബോഡി എവിടെയും കാണപ്പെടാനുള്ള സാധ്യതയുണ്ട്. എന്നിരുന്നാലും നമ്മുടെ ഇപ്പോൾ ഇന്ന് തന്നെ 450ഓളം ഫയർഫോഴ്സും സിവിൽ ഡിഫൻസും ജീവനക്കാരുണ്ട്. ഇനി കുറേ വരാനുമുണ്ട്. അവരെയൊക്കെ ഉപയോഗിച്ച് നമ്മൾ പുഴയുടെ സൈഡുമൊക്കെ ഓരോ മൂലയും മുക്കും പരിശോധിച്ചിട്ട് കണ്ടെടുത്ത മൃതദേഹങ്ങളുമുണ്ട്. അപ്പോൾ അത് ഇനിയും തുടരും. നമ്മൾ പരമാവധി നമ്മുടെ എഫേർട്ട് എടുത്ത് എല്ലാ മിസ്സിംഗ് കേസുകളും കണ്ടെത്താൻ ശ്രമിക്കും. സാധാരണ ഇത്തരം ഒരു ലാൻഡ് സ്ലൈഡൊക്കെ ഉണ്ടാകും സാർ, എത്ര സമയം വരെയൊക്കെ നീണ്ടു നിൽക്കും? അതായത് എത്ര ദിവസത്തോളം നീണ്ടു നിൽക്കും ഈ തെരച്ചിൽ പരിശോധന? കാരണം ഒരു പരിധി കഴിയുമ്പോൾ പിന്നെ ഈ വീണ്ടെടുക്കലൊക്കെ തന്നെ കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അത് നമ്മൾ ബന്ധപ്പെട്ട അധികാരികളും എല്ലാവരുമായിട്ടുള്ള ഒരു കൂട്ടായ തീരുമാനം. അതിന് പ്രത്യേകിച്ച് ഫയർഫോഴ്സിന് അതിനകത്തൊരു അഭിപ്രായം പറയാനായിട്ടില്ല. തീർച്ചയായും ഫയർഫോഴ്സിൻ്റെ നേതൃത്വത്തിൽ ഈ മുണ്ടക്കൈ അടങ്ങുന്ന ഈ ദുരന്തം നടന്ന മേഖലയിൽ വളരെ കാര്യക്ഷമമായ പരിശോധനയാണ് നടക്കുന്നത്. ഇതിനോടകം തന്നെ നിരവധി മേഖലകൾ കേന്ദ്രീകരിച്ച് ഫയർഫോഴ്സ് സംഘം പരിശോധന നടത്തി ഈ മൃതദേഹങ്ങൾ വീണ്ടെടുത്തു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ആളുകളെ റെസ്ക്യൂ ചെയ്തെത്തിക്കുന്നതിലും കേരള ഫയർഫോഴ്സ് നിർണായകമായ പങ്കാണ് വഹിച്ചിട്ടുള്ളത്. ക്യാമറാമാൻ VS രാഹുലിനൊപ്പം S ശ്രീകാന്ത്, 24 മുണ്ടക്കൈ മേഖലയിൽ ഇപ്പോഴും കയറിപ്പോയ രക്ഷാപ്രവർത്തകർ ഇപ്പോഴും ഇറങ്ങി വരികയാണ്. നോക്കൂ, ഇത്രയധികം സംഖ്യ രക്ഷാദൗത്യത്തിന് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. അതെല്ലാവരും ഉണ്ട്. സേനാവിഭാഗങ്ങളുണ്ട്, ഫയർഫോഴ്സ്, NDRF, സന്നദ്ധ സംഘടനാ പ്രവർത്തകരൊക്കെ ഉണ്ട്. എല്ലാവരും അങ്ങോട്ടേക്ക് കയറിപ്പോയി എല്ലാവരും ഇറങ്ങിപ്പോരുന്ന കാഴ്ച കാണുകയാണെന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്നത് പോലെ കോൺഫിഡൻസോടെ വർക്ക് ചെയ്യാൻ. അവിടെ ലാൻഡ് സ്ലൈഡ് ഇന്ന് റെഡ് അലർട്ടാണ്. വലിയ മഴ പെയ്ത്ത് അവിടെയുണ്ട്. ഇനിയും ഉരുൾപൊട്ടാനുള്ള സാധ്യത അവിടെയുണ്ട്. അപ്പോൾ ആ പശ്ചാത്തലത്തിൽ എല്ലാവരും ഇറങ്ങുകയാണ്. ഇന്നിപ്പോൾ അവർ മനസ്സോടുകൂടി ഇറങ്ങുകയാണ്. പരമാവധി ഇപ്പോൾ നടക്കുന്നത് റെസ്ക്യൂ അല്ല, റിക്കവറിയാണ് എന്ന് തന്നെ കൃത്യമായി പറയുകയാണ്. ഒരു പ്രേക്ഷകൻ നേരത്തെ എനിക്ക് ഫേസ്ബുക്കിൽ അയച്ച ഒരു മെസ്സേജ് ഇങ്ങനെയായിരുന്നു. റാസിക് അബ്ദുള്ള എന്നൊരു പ്രേക്ഷകനായിരുന്നു അയച്ചത്.
തെരച്ചിൽ സൂചിപ്പാറ വെള്ളച്ചാട്ടം വരെ മാത്രം പോയി അവസാനിപ്പിക്കരുത്, സൂചിപ്പാറ മുതൽ പോത്തുകല്ല് വരെയുള്ള വനമേഖലയിലും തെരച്ചിൽ നടത്തണമെന്ന് പറയുകയായിരുന്നു. ഇപ്പോൾ വരുന്ന വാർത്ത സൂചിപ്പാറ ഉൾപ്പെടെയുള്ള വനമേഖലയിൽ വനം വകുപ്പ് തെരച്ചിൽ നടത്തുന്നു, അങ്ങോട്ടേക്കൊക്കെ ഒഴുകിപ്പോയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇത് ഒഴുക്ക് അവിടം വരെ എത്തിയിട്ടുണ്ടെങ്കിൽ അതിനപ്പുറത്തേക്കും എത്താനുള്ള സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ മേഖലയിലൊക്കെ വ്യാപകമായ തെരച്ചിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. സുർജിത്ത് അയ്യപ്പത്ത് കൂടി ചേരുന്നുണ്ട്. സുർജിത്ത്, പരിക്കേറ്റ ഇപ്പോൾ റെസ്ക്യൂ ഓപ്പറേഷനുള്ള ആളാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞാൽ രക്ഷാദൗത്യത്തിന് പോയി പരിക്കേറ്റവരെ നമ്മൾ ഇപ്പോഴാദ്യമായി കാണുന്നതല്ല. നേരത്തെ ഷഹദ് നിന്ന ആ സ്ഥലത്തും ഒരാൾ തലയ്ക്ക് വെച്ച് കിട്ടുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ രക്ഷാദൗത്യം എത്രത്തോളം ദുഷ്കരമാണെന്ന് ഈ മേഖലയിൽ പരിചയമുള്ളവർക്ക് പോലും പരിക്കേൽക്കുന്നതിൽ നിന്ന് വ്യക്തമല്ലേ സുർജിത്ത്? രക്ഷാപ്രവർത്തനം പല വിധത്തിൽ മുന്നോട്ട് പോവുകയാണ്. പല സംവിധാനങ്ങൾ, സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ, സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തനങ്ങൾ, സൈന്യത്തിൻ്റെ ഇടപെടൽ, വിവിധ ഏജൻസികളുടെ ഇടപെടൽ, ഇതെല്ലാം തന്നെ സാധ്യമാകുന്ന വിധത്തിൽ രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോകുന്നു. ഇതിനിടയിൽ ചില പരിക്കേറ്റ അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഈ സൂചിപ്പാറ എന്ന് പറയുന്ന പ്രദേശത്ത് ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തെരച്ചിൽ നടത്തുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് തെരച്ചിൽ നടത്തിയത്. ഈ മേഖലയിൽ, സൂചിപ്പാറ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അപകടകരമായ രീതിയിൽ വെള്ളച്ചാട്ടം പതിക്കുന്ന മേഖലയാണ് ഈ സൂചിപ്പാറ എന്ന് പറയുന്നത്. അതായത് ഈ ഒഴുകിയെത്തുന്ന ഉരുൾവെള്ളമെല്ലാം തന്നെ ആദ്യമെത്തുന്നത് സൂചിപ്പാറയിലേക്കാണ്. അവിടെ നിന്നാണ് നേരെ അത് താഴേക്ക് ഒഴുകി നിലമ്പൂർ കാടുകൾ പിന്നിട്ട് നേരെ പോത്തുകൽ മേഖലയിലേക്ക് എത്തുന്നത്. അവിടെ ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അതിൻ്റെ മേഖലയിലെല്ലാം തന്നെ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സംഘം, ആ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഏതെങ്കിലും തരത്തിൽ മൃതദേഹമോ അല്ലെങ്കിൽ ആളുകളോ കുടുങ്ങിക്കിടക്കുന്നതോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടെത്തുക എന്നുള്ള ദൗത്യത്തിൻ്റെ ഭാഗമായാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അങ്ങോട്ട് പോയിട്ടുള്ളത്. വലിയ രീതിയിലുള്ള മലവെള്ളപ്പാച്ചിൽ ഇപ്പോഴുമുണ്ട് ഈ ചൂരൽമല പുഴയിൽ. നീരൊഴുക്ക് കുറഞ്ഞിട്ടില്ല, പക്ഷേ മഴ ശമിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും നീരൊഴുക്ക് കുറയും എന്ന് തന്നെയാണ് കരുതുന്നത്. ഇപ്പോൾ ആ പാലത്തിലൂടെ ആളുകൾക്ക് കടന്നു വരാൻ കഴിയുന്നുണ്ട്. സൈന്യം ഒരുക്കുകോട്ട പോലെ സൈന്യം നിലയുറപ്പിച്ചിട്ടുണ്ട് ഈ മേഖലയിൽ. അവരുടെ നേതൃത്വത്തിൽ ദൗത്യം തുടരുകയാണ്. ആളുകളെ മുഴുവൻ കടത്തി, രക്ഷാപ്രവർത്തകരെ മുഴുവൻ കടത്തി ഇപ്പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. കൂടുതൽ രക്ഷാപ്രവർത്തകർ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നു. ആ കാഴ്ചയും നമുക്ക് ഒരു ഭാഗത്ത് കാണാൻ കഴിയുന്നുണ്ട്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ദൗത്യം ഇപ്പോഴും തുടരുന്ന അവസ്ഥയാണുള്ളത്. ഇതിനിടയിൽ 2 മണ്ണുമാന്തി യന്ത്രങ്ങൾ കൂടി അവിടേക്ക് തിരിച്ചിട്ടുണ്ട്. അത് വലിയ സംവിധാനമുള്ള ഈ മണ്ണുമാന്തി യന്ത്രങ്ങളാണ് അവിടേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. അത് നേരെ മുണ്ടക്കൈ ഭാഗത്ത് ഇനി തെരച്ചിൽ നടത്തുന്നതിന് അതുകൂടി ഉപയോഗിക്കും. മുണ്ടക്കൈ മേഖലയിൽ കൂടുതൽ വേഗത്തിൽ രക്ഷാപ്രവർത്തന ദൗത്യം, അതിന് ത്വരിത വേഗം ഉണ്ടാകും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. അതിൻ്റെ ഭാഗമായാണ് ഈ യന്ത്രങ്ങൾ അവിടേക്ക് എത്തിച്ചിട്ടുള്ളത്. ഇവിടെ ബെയിലി പാലത്തിൻ്റെ നിർമ്മാണവും സുഗമമായ രീതിയിൽ തന്നെ പുരോഗമിക്കുന്നു. കൈമൈ മറന്ന സൈനികരും മറ്റ് രക്ഷാപ്രവർത്തകരും എല്ലാം ചേർന്നുകൊണ്ട് ഈ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിർദ്ദേശം നൽകുന്നതും മറ്റും നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. ഈ ആളുകൾക്ക് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം തന്നെ നൽകുന്നുണ്ട്. അവർ ഇത് തള്ളുന്ന ദൃശ്യമാണ്. അതായത് ഈ പാലം തള്ളിയാണ് കയറ്റുന്നത്. മാത്രമല്ല ഈ എല്ലാം ജോയിന്റ് ചെയ്തുകൊണ്ട് അങ്ങനെ എന്നാൽ നേരത്തെ താൽക്കാലികമായി ഉണ്ടാക്കിയ പാലമാണ് നേരത്തെ തകർന്നത്. ഇപ്പോൾ പുനർനിർമ്മിക്കുകയാണ്. ത്വരിതഗതിയിൽ തന്നെ നടക്കുന്നുണ്ട്. അവിടെ കൂടുതൽ പേരെ അവിടെ നിന്നും ഇങ്ങോട്ടേക്ക് എത്തിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ അത് എത്രയും പെട്ടെന്ന് പഴയ പോലെ ആക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. ഇപ്പോൾ അത് ദൃശ്യങ്ങളിൽ കാണുകയും ചെയ്യാം.